വെൽക്കം ഓൾ ടു നിഷാസ് ഓൺലൈൻ അക്കാഡമി. നമ്മൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഷോർട്സിൽ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. വി ആർ റണ്ണിങ് ടു മാർച്ച് 23rd ഡിസിഷൻ സയൻസ് BBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം ഉണ്ടാവുക, നല്ല സബ്ജക്റ്റ് ആണ്. 5 മൊഡ്യൂൾസ് ആണ് അതിലുള്ളത്. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ നെറ്റ്വർക്ക് അനാലിസിസ്, ഗെയിം തിയറി, ഇങ്ങനെയുള്ള ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. സോ നമുക്ക് സമയമില്ല, നമ്മൾ വേഗമാവാണ്. നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും അതിനോട് റിലേറ്റ് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി അതിൻ്റെ ഒപ്പം പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം സബ്ജക്റ്റിലേക്ക് നീങ്ങാം. ഓക്കെ, വേഗം പറഞ്ഞു വെക്കാം. നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ വേഗം ഓക്കെ. മാനേജ്മെന്റ് സയൻസ് തിയറി ആൻസേഴ്സ് ഫോർ എക്സാം റിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഡിഫൈൻ ഓപ്പറേഷൻ റിസർച്ച്. എന്താണ് ഓപ്പറേഷൻ റിസർച്ച്? ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് സയൻസിന്റെ വേറൊരു പേരാണ്. ഇറ്റ്സ് ദ അനദർ നെയിം ഗിവൺ ഫോർ ഓപ്പറേഷൻ മാനേജ്മെന്റ് സയൻസ്. ഇതിൽ എന്താണ് ഇതിൽ ഡിസിഷൻ? ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് ടൂൾ എന്ന് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ഓപ്പറേഷൻ ഇതിൽ എന്ത് അപ്രോച്ച്? വി യൂസ് മാത്തമാറ്റിക്കൽ ആൻഡ് statistical and analytical methods to find out optimal solution. Madi. It's a decision making tool. It uses mathematics, statistics and analytical method for what? For making good optimal solutions. നമുക്കൊരു പ്രോബ്ലത്തിന് എന്തുണ്ടാവും? സൊല്യൂഷൻ ഉണ്ടാവും. ഓപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് നെറ്റ്വർക്ക് അനാലിസിസ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു വർഷമായിരുന്നു ഏത് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം നെറ്റ്വർക്ക് അനാലിസിസിനും ഡിസിഷൻസിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഒരു കൊല്ലമായിരുന്നു. സോ വാട്ട് ഈസ് നെറ്റ്വർക്ക് അനാലിസിസ്? നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അപ്പം പോകേണ്ട ഒരു വേർഡ് പ്രോജക്റ്റ് മാനേജ്മെന്റ്. വാട്ട് ഈസ് എ പ്രോജക്റ്റ്? If there is a one after the other sequential order of activities are there, ഒന്നിന് ശേഷം മറ്റൊന്ന്, അതിനുശേഷം മറ്റൊന്ന്. നിങ്ങൾ എഴുതുക എക്സാമ്പിൾ 1 to 2, then 2 to 3, then 3 to 4, then 4 to 5. This is a project. So 1 to 2 കഴിഞ്ഞാലേ 2 to 3 തുടങ്ങാൻ പറ്റുള്ളൂ. 2 to 3 കഴിഞ്ഞാലാണ് 3 to 4 ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു സീക്വൻഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ പ്രൊജക്റ്റ് എന്ന് പറയും. ഈ പ്രൊജക്റ്റിനെ നമുക്ക് പ്ലാൻ ചെയ്യണം, ഷെഡ്യൂൾ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ഓക്കെ, യൂസിങ് ഡയഗ്രാംസ്. സോ ദിസ് ഈസ് നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ ഒരു പ്രൊജക്ട് നെറ്റ്വർക്ക് അനാലിസിസ് ഇസ് എ പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക് യൂസ് ടു പ്ലാൻ, ഷെഡ്യൂൾ ആൻഡ് കൺട്രോൾ. പ്ലാൻ, ഷെഡ്യൂൾ ആൻഡ് കൺട്രോൾ വാട്ട്? പ്രൊജക്ട് ആക്ടിവിറ്റീസ്. നിങ്ങൾ ഇവിടെ എക്സാമ്പിൾ 1 to 2 എന്നിട്ട് എഴുതുക. പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ 2 to 3 അല്ലേ? 2 to 3. എന്റെ ഡ്രോയിങ് ഒക്കെ കുറച്ച് മൗസ് കൺട്രോൾ ഇത് ഒക്കെ പെട്ടെന്ന് ചെയ്യുന്ന, പിന്നീട് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഓരോ ഇതിനും എന്തുണ്ടാവും? ഡ്യൂറേഷൻ ഉണ്ടാവും. ഇത് കഴിയാൻ എത്ര ദിവസം, ഇത് കഴിയാൻ എത്ര ദിവസം എന്നൊക്കെ ഉണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് എഴുതി വെച്ചോളൂ. ദാറ്റ് ഈസ് എനഫ്. ടു ദി പോയിന്റിലേക്ക് നിങ്ങൾ കൊടുത്താൽ മതി, നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് എ ഡമ്മി ആക്ടിവിറ്റി? സർട്ടൻ ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ആക്ടിവിറ്റീസ് എല്ലാ ആക്ടിവിറ്റീസ് ഇപ്പൊ നോക്കി നോക്കൂ. 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിക്ക് ടൈമും വേണം, ഒരു ദിവസവും വേണം. അതിന് ആവശ്യം ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ സിമെന്റും ഇതും മണലും ഒക്കെ കൂടി ഉപയോഗിച്ചിട്ടാണ് 1 to 2 എന്നുള്ള ഒരു ആക്ടിവിറ്റി അവിടെ ഉണ്ട്. സോ ഇറ്റ് നീഡ്സ് ടൈം ആൻഡ് റിസോഴ്സസ്. പക്ഷെ സർട്ടൻ ആക്ടിവിറ്റീസ് തീരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരില്ല? നമുക്ക് ടൈമും വേണ്ട, റിസോഴ്സസും വേണ്ട. പക്ഷെ ആ ആക്ടിവിറ്റി നടക്കണം എന്നുള്ളത് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ചില ആക്ടിവിറ്റീസ് വരും. സോ ആ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ ഡമ്മി ആക്ടിവിറ്റി എന്നാണ് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ അവിടെ 1 to 2 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി, 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 to 3, പിന്നെ 3 to 4 ഇങ്ങനെയാണ് എന്ന് വിചാരിക്കും. ഈ 1 to 2 എന്നുള്ള ആക്ടിവിറ്റിക്ക് ടൈമും വേണം, എന്തുപോലെ എന്ത് വേണം? റിസോഴ്സസും വേണം. അതേസമയം ഇതിന് 1 ദിവസം വേണം, ഇതിന് 2 ദിവസം വേണം, ഇതിന് 3 ദിവസം വേണം എന്ന് വിചാരിച്ചു. അതേസമയം 1 to 3 എന്ന്
പറയുന്ന ആക്ടിവിറ്റിക്ക് സമയമൊന്നും വേണ്ട. പക്ഷേ അവിടെ ആ 3യുടെ കംപ്ലീഷൻ, 1ന്റെ അവിടെ തൊട്ടേ 3യുടെ ഒരു ഫുൾ കംപ്ലീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഏത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നമുക്ക് 4ലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചില ആക്ടിവിറ്റീസിന് നീഡ്സ് നോ ടൈം, നോ റിസോഴ്സസ്. പക്ഷെ ഒരു ലോജിക്കൽ ഓർഡർ, റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും, നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റി ഡ്രോ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് നോൺ ആസ് ഡമ്മി ആക്ടിവിറ്റി എന്നാണ് അതിനെ പറയാം. ഡോട്ടഡ് ലൈൻസിലാണ് ഡയഗ്രത്തിൽ അത് പ്രസന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ആ ആക്ടിവിറ്റിയെ കുറിച്ച്. നമുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് വരയ്ക്കാം, നമുക്ക് ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ഫ്രീ ഫ്ലോട്ട്? ഡോട്ടഡ് ലൈൻസിൽ കാണിച്ചാൽ മതി. വാട്ട് ഈസ് ഫ്രീ ഫ്ലോട്ട്? നെറ്റ്വർക്ക് അനാലിസിസ് തന്നെ വീണ്ടും ക്വസ്റ്റ്യൻ. എന്താണ് ഫ്രീ ഫ്ലോട്ട്? ഒരു 1 to 2 എന്നുള്ള ആക്ടിവിറ്റി എത്ര നേരത്തെ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും, പക്ഷെ 2 to 3 എന്നുള്ള ആക്ടിവിറ്റി നേരത്തെ തുടങ്ങും, സമയത്ത് തുടങ്ങും വേണം. 1 to 2 എന്നുള്ള ആക്ടിവിറ്റി ഹൗ മച്ച് ഇറ്റ് ക്യാൻ ബി ഡിലേഡ്, എത്രമാത്രം ഡിലേ ചെയ്യാം, ഒരു 3 ദിവസം കൂടി, അതിനാകെ വേണ്ടത് ഒരു ദിവസമാണ്. ഇനി അത് എത്രമാത്രം ഡിലേ ചെയ്യാം, പക്ഷെ ഏതിനെ എഫക്ട് ചെയ്യാൻ പാടില്ല, 2 to 3യുടെ ബിഗിനിങ്ങിനെ, 2ന്റെ ബിഗിനിങ്ങിനെ അത് എന്ത് ചെയ്യാൻ പാടില്ല, എഫക്ട് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രീ ഫ്ലോട്ട്. സോ എത്രമാത്രം ഗ്യാപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് അറിയാനാണ് ഫ്ലോട്ട് ചെയ്യുക. അതിൽ ഫ്രീ ഫ്ലോട്ട് എന്താണ്? ഫ്രീ ഫ്ലോട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം an activity can be, മറക്കല്ലേ പറയേണ്ട വേർഡ്, delayed. എന്തിനെ ബാധിക്കാതെ, without affecting the earliest time of the next activity. ക്ലിയർ ആണല്ലോ? വാട്ട് ഈസ് PERT? ഒക്കെ നെറ്റ്വർക്ക് അല്ലേ, 2, 3, 4, 5. വാട്ട് ഈസ്, 2 മെത്തേഡ് ആണ് നെറ്റ്വർക്ക് അനാലിസിസിനുള്ളത്. ഒന്ന് CPM ആൻഡ് ദെൻ ദ മെത്തേഡ് ഈസ് PERT പറയുന്നത്. 3 ടൈം പീരിയഡ് തരും ഏതില്, PERT എന്ന് പറയുന്നതില്. CPM-ല് ഒരു ടൈം പീരിയഡേ തന്നിട്ടുണ്ടാവുള്ളൂ. സോ അതിന് ഭയങ്കര എക്സ്പാൻഷൻ ചെയ്ത വാട്ട് ഈസ് PERT-ന്റെ എക്സ്പാൻഷൻ ചെയ്ത പ്രോഗ്രാം റിവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്ക് എന്നുള്ളതാണ് അതിന്റെ ഇത് എക്സ്പാൻഷൻ, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഇനി ഇറ്റ്സ് എ പ്രോജക്ട് മാനേജ്മെന്റ് ടൂൾ ആണ്, മെത്തേഡ് ആണെന്ന് എഴുതുക. 2 മെത്തേഡ് ഉണ്ട്, CPO ഇതും. PERT-ല് 3 ടൈം, ഓപ്റ്റിമിസ്റ്റിക് ടൈം, പെസിമിസ്റ്റിക് ടൈം, മോസ്റ്റ് വാല്യുബിൾ, മോസ്റ്റ് പ്രോബബിൾ ടൈം എന്ന് പറയും, മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയും. അപ്പൊ 3 ടൈം പീരിയഡ്സ് തന്നാൽ PERT-ലാണ് പ്രോബ്ലം ചെയ്യുന്നത്, പ്രോബബിലിസ്റ്റിക് മെത്തേഡ് ആണ്. മറ്റേത് CPM എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ്. ഇനി വാട്ട് ഈസ് ഡിസിഷൻ തിയറി? ഇഫ് യു ഹാവ് മെനി ചോയ്സസ് ബിഫോർ യു, if we have many choices before and we want to select the best alternative, then we use decision theory studies. എക്സാമ്പിൾ ഞാൻ പറയട്ടെ, എനിക്കൊരു 1 കോടി രൂപ ലോട്ടറി അടിച്ചു. എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ either I can put it in a fixed deposit. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ എടുക്കുക, പലിശ മേടിക്കുക, മാസം മാസം സുഖമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അണ്ട് ഇരിക്കുക, ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുക. ഓക്കെ, അനദർ ഓപ്ഷൻ ഫോർ മീ ഇസ് ടു സ്റ്റാർട്ട് എ ട്യൂഷൻ സെന്റർ ഫിസിക്കലി നമ്മളൊരു നല്ലൊരു ട്യൂഷൻ സെന്റർ ഒക്കെ ഫോം ചെയ്തിട്ട് അതിൽ കുട്ടികളെയൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഇനീഷ്യേറ്റീവ് എന്നാണ്. അനദർ തേർഡ് ഓപ്ഷൻ ഇസ് ഇംപ്രൂവ് ദിസ് ചാനൽ. ഇതിൽ കുറച്ചും കൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ചാനൽ ഒന്നും കൂടി ഒരു സ്റ്റുഡിയോ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ എന്ത് ചെയ്യാം, ഒന്നും കൂടി ഇംപ്രൂവൈസ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹാവ് ടു നോ വിച്ച് ഐ ഹാവ് ടു ഡു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഐ എം യൂസിങ് ദിസ് ഡിസിഷൻ തിയറി. ഇവിടെ ഈ ടൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്നുള്ള പേ ഓഫുകൾ എന്തായിരിക്കും ഈ ഓരോ മെത്തേഡിനും ഓരോ ഇതിലും ചെയ്ത് കഴിഞ്ഞാൽ. ചൂസ് ദ ബെസ്റ്റ് വൺ. സോ ഡിസിഷൻ തിയറി എക്സാമ്പിൾ നിങ്ങൾ ഇതുപോലെ എഴുതും. ഓക്കെ, നിങ്ങളൊരു 3 നിങ്ങളുടെ ഒരു ഓപ്ഷൻസ് ഇട്ടിട്ടും either want to go abroad for studies, go for MBA in India, or you want to go for a job in India. Okay, you select. Pay off എത്രയായിരിക്കും കാര്യങ്ങളെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് select the best one. This is known as decision theory. It studies choosing the best alternative among different choices. What is critical path? Critical path എന്ന് പറഞ്ഞാൽ എന്താ? It is the longest path which takes the minimum time to complete the project.
മറക്കാണ്ട് പറയേണ്ട വേർഡ് ലോങ്സ്റ്റ് പാത്തും മിനിമം ടൈമും. ഇത് രണ്ടും ഇല്ലാതെ ക്രിട്ടിക്കൽ പാത്തിന്റെ ഒരു തിയറി എഴുതരുത് മക്കളെ. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 1 to 2 ഉണ്ട്, ഓക്കെ, then 2 to 3 is there, then 2 to 4 ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമ്പർ ഇതൊക്കെ എക്സാമ്പിൾ. നിങ്ങൾ ഇങ്ങനെ എക്സാമ്പിൾ എഴുതൂ, ഒരു നമ്പർ എടുക്കൂ, ഇഷ്ടമുള്ള നമ്പർ കൊടുത്തോളൂ. അപ്പൊ എന്താണ് ഇതിന്റെ ക്രിട്ടിക്കൽ പാത്ത്? അറ്റം വരെ എത്തുക. ഇവിടുന്ന് ഇവിടേക്ക് എത്താൻ എന്തൊക്കെ വഴിയുണ്ട്? 1 + 2 3, 3 + 3 6, 6 + 1 7. ഈ വഴി വരാൻ പറ്റൂലോ. അപ്പൊ ഒന്ന് ആഡ് ചെയ്യൂ. 1 + 2 3, 3 + 1 4, 4 + 1 5. എന്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ദ ലോങ്സ്റ്റ് റൂട്ട്. അപ്പൊ ഏതാ? 7. അപ്പൊ ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ ഏതെടുത്തു? 1 to 2 ഇതാണ് ക്രിട്ടിക്കൽ പാത്ത്. 1 to 2, 2 to 3, 3 to 4, 4 to 6 ആണ് ക്രിട്ടിക്കൽ പാത്ത്. ആൻഡ് ഇറ്റ് ഈസ് ഈ 7 days ആണ് ദ മിനിമം ടൈം ടേക്കൺ. നിങ്ങൾക്ക് ഈ പ്രൊജക്ട് 5 ദിവസത്തിനൊന്നും കഴിയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് 5 ദിവസത്തിൽ കഴിക്കണം, കൂടുതൽ ആളെ ഇറക്കണം, കൂടുതൽ കാശും വരും. അപ്പോ സോ ദാറ്റ് ഈസ് ദ മിനിമം ടൈം യു ക്യാൻ കംപ്ലീറ്റ് ദി പ്രോജക്ട്. ലോങ്സ്റ്റ് പാത്ത് ആൻഡ് മിനിമം ടൈം. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്? ട്രാൻസ്പോർട്ടേഷനിലാണ്. ഫ്രം വിച്ച് ഒറിജിൻ ടു വിച്ച് ഡെസ്റ്റിനേഷൻ വി ഷുഡ് ഗീവ് ദി പ്രോഡക്ട്സ്. നമ്മുടെ കമ്പനിക്ക് 3 ഔട്ട്പുട്ട് ഉണ്ട്, 3 മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഏത് സ്ഥലത്തുനിന്ന് ഏത് മാർക്കറ്റിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകണം, മിനിമം കോസ്റ്റേ വരാൻ പറ്റുള്ളൂ. ഹൗ ടു ടേക്ക് ദി ഡിസിഷൻ? വി യൂസ് ദി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ടെക്നിക്. 3 മെത്തേഡ് ആണുള്ളത്, ഓർമ്മയുണ്ടോ? നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ മെത്തേഡ് ആണ് ഒരു മെത്തേഡ്. ആൻഡ് അനദർ മെത്തേഡിൽ LCM ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആണ്. ആൻഡ് ദി അനദർ വൺ പെനാൾട്ടി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാം ആണ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് പെനാൾട്ടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ടഫ് ആണെന്ന് പറയാം, ഇതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എക്സാമിന് പ്രത്യേകിച്ച് മെത്തേഡ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലോ ലോ കോസ്റ്റ് മെത്തേഡിലോ ചെയ്തോളൂ. സോ എന്താണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്? It is the method, one of the method in transportation problem by allocating lowest cost cell. ആദ്യം ഏറ്റവും കുറവ് കോസ്റ്റ് ഏത് സെല്ലിലാണോ കൊടുക്കുന്നത് അത് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ലോ കോസ്റ്റ് സെൽ. നോർത്ത് വെസ്റ്റ് സെല്ലിൽ അലോക്കേഷൻ കൊടുത്താൽ നോർത്ത് വെസ്റ്റ് ആയി. പെനാൾട്ടി നോക്കിയിട്ട് ഹയസ്റ്റ് പെനാൾട്ടിയിൽ നമ്മൾ അലോക്കേഷൻ കൊടുത്താൽ വാം ആയി. വാട്ട് ഈസ് ലാപ്ലേസ്? ഡിസിഷൻസ് എടുക്കുമ്പോൾ ഡിസിഷൻ തിയറിയുടെ തിയറിയിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കൂ. മൂന്ന് തരത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. ഡിസിഷൻ അറ്റ് സെർട്ടനിറ്റി, ഡിസിഷൻ അറ്റ് അൺസെർട്ടനിറ്റി, ഡിസിഷൻ അറ്റ് റിസ്ക്. ഡിസിഷൻ അറ്റ് സെർട്ടനിറ്റി എന്താ? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 1 കോടി ലോട്ടറി അടിച്ചു. ഐ എം വെരി ക്ലിയർ ദാറ്റ് ദ എക്സ്ട്രീംലി 1 lakh rupees will be used by me for this YouTube channel. എന്റെ യൂട്യൂബ് ചാനൽ ഇടാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. ദാറ്റ് ഈസ് സെർട്ടൻ. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. I have no other options. So അവിടെ നമുക്ക് ഡിസിഷൻ തിയറിയിൽ ഒരു പ്രശ്നവുമില്ല, ഒരു ടൂളും ഉപയോഗിക്കേണ്ട. ഡിസിഷൻ ഇസ് വെരി ക്ലിയർ. ഡിസിഷൻസ് അണ്ടർ അൺസെർട്ടനിറ്റി, ഒന്നെങ്കിൽ FD, അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർ, അല്ലെങ്കിൽ ചാനൽ നന്നാക്കുക. ഇങ്ങനെ വരുമ്പോഴാണ് ഡിസിഷൻസ് അണ്ടർ അൺസെർട്ടനിറ്റി. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് റൂളിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. മാക്സിമിൻ, മിനിമാക്സ്, ഹർവിക്, ലാപ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആ മെത്തേഡുകളുടെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. അപ്പൊ ലാപ്ലേസിൽ എന്താ വെച്ചാൽ പ്രോബബിലിറ്റി കൊടുക്കും. 3 പ്രോബബിലിറ്റി അല്ലേ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നത്? 1/3, 1/3, 1/3. ആ ഓരോ ആക്ഷനും ഓരോ പ്രോബബിലിറ്റി, ഓരോ സ്റ്റേറ്റ് ഓഫ് നേച്ചറിനും ഓരോ പ്രോബബിലിറ്റിയും കൂടി ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മൾ പേ ഓഫ് കണ്ടുപിടിച്ചാൽ അത് ലാപ്ലേസ് ക്രൈറ്റീരിയൻ ആയി. ഹർവിക്കിൽ അങ്ങനെയല്ല, ഒരു ആൽഫ വാല്യൂ വരും. അതായത് ഒരു ആക്ടിവിറ്റി എടുക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ മിനിമോ മാക്സിമോ ഉണ്ടാവും. ഓപ്റ്റിമിസ്റ്റിക് വാല്യൂ ഉണ്ടാവും, പെസിമിസ്റ്റിക് വാല്യൂ ഉണ്ടാവും. അത് ആൽഫ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്താൽ അതെന്തായി? ഹർവിക് വാല്യൂ ആയി.
മിനിമാക്സ്. ഇറ്റ് ഈസ് എ ഡിസിഷൻ റൂൾ വെർ മിനിമാക്സ്, ഫസ്റ്റ് വേർഡ് നോക്കൂ, നെഗറ്റീവ് ആണ്. നഷ്ടത്തിൽ എത്ര കുറവ് കൊണ്ടുവരാം, മാക്സിമം, മിനിമൈസസ് ദി മാക്സിമം പോസിബിൾ ലോസ്, നമുക്ക് വരാൻ പോകുന്ന നഷ്ടത്തിന്റെ ഏറ്റവും മിനിമം, അതാണ് മിനിമൈസേഷൻ, മിനിമാക്സ്. വാട്ട് ഈസ് EVPI? എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. നമ്മൾ നേരത്തെ 3 സിറ്റുവേഷൻ പറഞ്ഞു. ഒന്ന് സെർട്ടനിറ്റി, പിന്നെ അൺസെർട്ടനിറ്റിയിലാണ് ആ പല മെത്തേഡ്സും ഇവിടെ. ഇനി റിസ്ക് ഉണ്ട്, ഭയങ്കര ഹെവി റിസ്ക്. ആ റിസ്ക് ഉള്ളപ്പോൾ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ 2 മെത്തേഡാണ്, EMV മെത്തേഡും EVPI മെത്തേഡും. എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ EMV മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും, EVPI കിട്ടും. ഇറ്റ് ഈസ് ദി മാക്സിമം എമൗണ്ട് എ ഡിസിഷൻ മേക്കർ ഷുഡ് പേ ടു ഒബ്റ്റെയിൻ പെർഫെക്റ്റ് ഇൻഫർമേഷൻ. EVPI എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റഡ് വാല്യൂ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയും. അതിന്റെ വേറൊരു ഫോർമുലയിലേക്ക് വരുമ്പോൾ വിത്ത് പെർഫെക്റ്റ് ഇൻഫർമേഷന് ഏത് മൈനസ് ചെയ്യണം, EMV മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, EMV കിട്ടും. ഹയസ്റ്റ് EVPI ആണ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. വാട്ട് ഈസ് ഷെഡ്യൂളിംഗ്? ഇപ്പൊ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. ഇപ്പൊ ഞാൻ എൻ്റെ ചാനലിൽ ഓരോ വീഡിയോ ഇടുമ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന ദിവസം ഇതിടാം, ഇങ്ങനെ ഇടാം, ഇതിടാം. അപ്പൊ അതിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ വീഡിയോസ് ഇങ്ങനെ റെഡിയാക്കി വെക്കും, നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. സോ ചിലത് എപ്പോഴാണ് കൂടുതൽ റീച്ച് കിട്ടുന്നത് അതിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. വീഡിയോ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടാവും. സോ ഷെഡ്യൂളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ടൈം ആൻഡ് റിസോഴ്സസ് ടു ആക്ടിവിറ്റീസ് ഫോർ എഫിഷ്യന്റ് കംപ്ലീഷൻ ഓഫ് ടാസ്ക്. വാട്ട് ഈസ് റിസ്ക്? നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വേർഡല്ലേ റിസ്ക്, നല്ല റിസ്ക് ആണ്. അതെന്നും സെന്റൻസ് ആയിട്ട് പറയാൻ പറയും. വാട്ട് ഈസ് എ റിസ്ക്? ഇറ്റ്സ് എ സിറ്റുവേഷൻ, അല്ലേ? എന്താ സിറ്റുവേഷന്റെ പ്രശ്നം? there are different outcomes are there and probabilities are there. അപ്പൊ probabilities of possible outcomes are not, ഇന്നതൊക്കെ വരും ഇതിന്റെ ഔട്ട്കം, ബട്ട് എക്സാക്ട് ഔട്ട്കം അൺസർട്ടൺ ആണ്. അപ്പൊ നന്നായി പഠിക്കുന്നവരെ പ്രശ്നം എന്താ, പാസ്സാവും, ഫസ്റ്റ് ക്ലാസ് ഉണ്ടോ, സെക്കൻഡ് ക്ലാസ് ആയിരിക്കോ, തേർഡ് ക്ലാസ് ആയിരിക്കോ, A+ ആയിരിക്കോ, O ആയിരിക്കോ, B+ ആയിരിക്കോ എന്നുള്ളതാണ്. സോ ദി ഔട്ട്കം ഇസ് known but the exact amount is not known, that is uncertain. അപ്പൊ നമ്മൾ പറയും ഭയങ്കര റിസ്ക് എന്ന് പറയും, അല്ലേ? സോ പോസിബിൾ ഔട്ട്കം ഈസ് നോൺ ബട്ട് ദ എക്സാക്ട് ഔട്ട്കം ഈസ് അൺസർട്ടൺ, പറയാൻ പറ്റില്ല. What is pure strategy? When a pure strategy, a player consistently choose one specific action with certainty. 100 രൂപ കിട്ടിയാൽ 20 രൂപ ഞാൻ മാറ്റി വെക്കും, 80 രൂപയെ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ചെലവ് ചെയ്യും. ഇറ്റ്സ് എ പ്യുവർ സ്ട്രാറ്റജി ഓഫ് എൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇത് ഇങ്ങനെയാണ്. അപ്പോൾ I always do like that. So I am very consistent in that. Okay. So I am using a pure strategy. ചില സമയത്ത് കിട്ടിയത് മുഴുവനും ചെലവാക്കും, ചിലപ്പോൾ കിട്ടിയത് മുഴുവനും എടുത്തു വെക്കും, ചിലപ്പോൾ 50%. Then I am using a mixed strategy. Okay. So what's a pure strategy? Consistently chooses one specific action. അതാണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒരു 10-15 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മറക്കരുത്, നന്നായി ഒന്നും കൂടി ഒന്ന് ഓടിച്ചു നോക്കൂ. ടെലിഗ്രാം ചാനലിൽ നോട്ട് ഇടാം, 1 ലൈൻ സെന്റൻസുകളാണ്. എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നവർ പ്രോബ്ലം ഒക്കെ വെച്ച്, ഞാൻ നെറ്റ്വർക്കിലൊക്കെ ഞാൻ ചെയ്തില്ലേ, ഇങ്ങനെ വരച്ചിട്ടൊക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്കും ചെയ്തു പോവാം എക്സാമിന്. സോ ഓൾ ദി ബെസ്റ്റ്. നിർത്തരുത്, എൻ്റെ ഒപ്പം വരണം. വി വിൽ ഗോ ടുഗെദർ. നമുക്ക് ഒരുമിച്ച് നമുക്ക് നല്ല മാർക്കിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ഷെയർ ആൻഡ് ഓൾവേസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും. ഇനി എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലും. ബൈ.